എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി ചാപ്റ്റർ 14 ആണ് കേട്ടോ. 14ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ മെഡീവൽ ഇന്ത്യ, ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിലെ 1 വേർഡ് MCQ, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ ഈസ് എ പീർ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആരായിരുന്നു പീർ? അല്ലെങ്കിൽ പീർ എന്ന ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എ പീർ ഈസ് എ സൂഫി ടീച്ചർ. അതായത് പീർ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ പീർ എന്നറിയപ്പെടുന്ന ആരാണ്? സൂഫി ടീച്ചറാണ് അല്ലേ. സൂഫി ടീച്ചറിനെയാണ് നമ്മൾ പീർ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ വാസ് അൽ ഗസാലി? ആരായിരുന്നു അൽ ഗസാലി എന്നുള്ളതാണ് ചോദ്യം. ആരായിരുന്നു അൽ ഗസാലി? നോക്കിക്കേ. ഇസ്ലാമിക് മിസ്റ്റിസിസം വിത്ത് ഇസ്ലാമിക് ഓർത്തഡോക്സി, അതായത് ഇസ്ലാമിക് മിസ്റ്റിസിസത്തിനെ ഇസ്ലാമിക് ഓർത്തഡോക്സിയുമായിട്ട് റീകൺസൾട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സമന്വയിപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രധാന സൂഫിയാണ് അൽ ഗസാലി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇസ്ലാമിക് മിസ്റ്റിസിസത്തിനെ ഇസ്ലാമിക് ഓർത്തഡോക്സിയുമായിട്ട് സമന്വയിപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രധാന സൂഫിയാണ് അൽ ഗസാലി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മിസ്റ്റിസിസം എന്നൊക്കെ പറയുന്നത് ആത്മീയമായിട്ടുള്ള സംഘടന എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇസ്ലാമിക് മിസ്റ്റിസിസത്തിനെ ഇസ്ലാമിക് ഓർത്തഡോക്സിയുമായിട്ട് സമന്വയിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രധാന സൂഫിയാണ് ആര്? അൽ ഗസാലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം സമ? അതായത് സമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സമ ഈസ് എ ടേം യൂസ് ടു റെഫർ ടു ഡിവോഷണൽ മ്യൂസിക്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ ഭക്തിപരമായിട്ടുള്ള സംഗീതത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, അല്ലെങ്കിൽ ഒരു ടേമാണ് എന്തെന്ന് പറയുന്നത്? സമ എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഫേമസ് ചിസ്തി സൂഫി സെയിന്റ് ലീവ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ ഹൽജീസ് ആൻഡ് തുഗ്ലക്സ്? എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഹൽജിയുടെയും അല്ലെങ്കിൽ തുഗ്ലക്കിൻ്റെയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ചിസ്തി സൂഫി സന്യാസി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഹൽജിയുടെയും തുഗ്ലക്കിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫേമസ് ആയിട്ടുള്ള ചിസ്തി സൂഫി സന്യാസി ആരാണ്? നിസാമുദ്ദീൻ ഔലിയാണ് കേട്ടോ. നിസാമുദ്ദീൻ ഔലിയാണ് ഹൽജിയുടെയും തുഗ്ലക്കിൻ്റെയും ഒക്കെ കാലത്ത് ജീവിച്ചിരുന്ന ഫേമസ് ആയിട്ടുള്ള ചിസ്തി സൂഫി സെയിൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്യാസി. സെയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സന്യാസി എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അടുത്തത് 5ാമത്തെ ചോദ്യം നോക്കിക്കേ. 5ാമത്തെ ചോദ്യമാണ് ഹൂ വാസ് ഷൈഖ് അബ്ദുൽ ഖാദർ? ആരായിരുന്നു ഷൈഖ് അബ്ദുൽ ഖാദർ? ആരാണ് ഷൈഖ് അബ്ദുൽ ഖാദർ? ആൻസർ നോക്കിയേ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ വാസ് ദ ലീഡർ ഓഫ് സിൽസില ഇൻ പഞ്ചാബ് ആൻഡ് എ സപ്പോർട്ടർ ഓഫ് അക്ബർ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പഞ്ചാബിലെ സിൽസിലയുടെ നേതാവ് അല്ലേ, ലീഡറും അതോടൊപ്പം തന്നെ നമ്മുടെ അക്ബറിൻ്റെ സപ്പോർട്ടറുമാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓർത്തിരിക്കുക, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽസില ഇൻ പഞ്ചാബ്, പഞ്ചാബിലെ സിൽസില എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ നേതാവ്, ലീഡറും ഒപ്പം തന്നെ നമ്മുടെ അക്ബറിൻ്റെ സപ്പോർട്ടറുമാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഇനി നേരെ തിരിച്ച് ചോദിക്കാം, അക്ബറിൻ്റെ സപ്പോർട്ടർ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാം എന്താ? ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഇനി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ആരുടെ സപ്പോർട്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ കൊടുക്കാം. ആരുടെയാണ്? അക്ബറിൻ്റെ. അപ്പോൾ ഈ 2 ടേംസ് അല്ലെങ്കിൽ 2 പോയിന്റുകളാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ലീഡർ ഓഫ് സിൽസില ഇൻ പഞ്ചാബ് ആൻഡ് സപ്പോർട്ടർ ഓഫ് അക്ബർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 6ാമത്തെ ചോദ്യം നോക്കിക്കേ. ദ ഭക്തി മൂവ്മെൻറ്റ് അറ്റംപ്റ്റഡ് ടു ബ്രേക്ക് എവേ ഫ്രം വിച്ച് സിസ്റ്റം? അതായത് ഏത് സിസ്റ്റത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് വ്യവസ്ഥിതിയിൽ നിന്നാണ് നമ്മുടെ ഭക്തി പ്രസ്ഥാനം, ഭക്തി മൂവ്മെൻറ്റ് ബ്രേക്ക് എവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏതിൽ നിന്നാണ് പിരിഞ്ഞു പോകാനായിട്ട് ശ്രമിച്ചത്? ഓർത്തിരിക്കുക, ഏത് സിസ്റ്റത്തിൽ, ഫ്രം വിച്ച് സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വ്യവസ്ഥിതിയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഭക്തി മൂവ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ ആയിപ്പോ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനായിട്ട് ശ്രമിച്ചത്? അറ്റംപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്രമിക്കുക അല്ലേ. അറ്റംപ്റ്റ് ചെയ്തത് ഏതിൽ നിന്നാണ്? ഏത് പ്രസ്ഥാനത്തിൽ നിന്നാണ്? ഏതാണ്? ഓർത്തഡോക്സി
ബ്രാഹ്മണിസം. ഓർത്തിരിക്കുക, ഓർത്തഡോക്സി ബ്രാഹ്മണിസത്തിൽ നിന്നാണ് ഭക്തി പ്രസ്ഥാനം പിരിഞ്ഞു പോകാനായിട്ട് ശ്രമിച്ചത്. അറ്റംപ്റ്റഡ് ടു ബ്രേക്ക് എവേ ഫ്രം ഏത് സിസ്റ്റമാണ്? ഓർത്തഡോക്സി ബ്രാഹ്മണിസം സിസ്റ്റം. ക്ലിയർ ആയല്ലോ? ഭക്തി മൂവ്മെൻറ്റ് ഏത് സിസ്റ്റത്തിൽ നിന്നാണ് ബ്രേക്ക് അവേ അല്ലേ, അതായത് പിരിഞ്ഞു പോകാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തഡോക്സി ബ്രാഹ്മണിസം എന്നുള്ള കാര്യം മറന്നു പോയേക്കല്ല. ക്ലിയർ ആയല്ലോ? ഇനി 7ാമത്തെ ചോദ്യം നോക്കിക്കേ. നെയിം എനി 3 ഇമ്പോർട്ടൻറ്റ് ഭക്തി സെയിൻസ് അല്ലേ, അതായത് ഏതെങ്കിലും 3 പ്രധാനപ്പെട്ട ഭക്തി സെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ പറഞ്ഞത് സന്യാസി എന്നാണ് അല്ലേ. അപ്പം ഏതെങ്കിലും 3 പ്രധാന ഭക്തി സന്യാസിമാരുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ് നോക്കിക്കേ. കബീർ, അതുപോലെ തന്നെ തുക്കാറാം, ദെൻ ചൈതന്യ. ഓക്കെ, ഈ 3 പേര് ഓർത്തിരിക്കുക കേട്ടോ. കബീർ, തുക്കാറാം, ചൈതന്യ. ഇവരാണ് ഭക്തി സെയിൻസ് അല്ലെങ്കിൽ ഭക്തി സന്യാസികൾ എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഭക്തി സന്യാസികളുടെ പേരെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരുകൾ മറന്നു പോകാതെ ഇരിക്കുക. ഏതെങ്കിലും 3 പ്രധാന ഭക്തി സന്യാസിമാരുടെ പേരെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കബീർ, തുക്കാറാം, ചൈതന്യ അല്ലേ. ഓർത്തിരിക്കണേ, കബീർ, തുക്കാറാം, ചൈതന്യ. ഇനി അടുത്ത് നോക്കിക്കേ. ഹു വാസ് ചൈതന്യ? ആരാണ് ചൈതന്യ? അല്ലെങ്കിൽ ആരായിരുന്നു? ഹു വാസ് ആണ്, അപ്പോൾ ആരായിരുന്നു ചൈതന്യ അല്ലേ. ഹു വാസ് ചൈതന്യ? ചൈതന്യ എന്ന് പറയുന്ന ആരാണ്? ചൈതന്യ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഭക്തി സെയിൻറ്റ് ഫ്രം ബംഗാൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ബംഗാളിൽ നിന്നുള്ള ഒരു പ്രധാന അല്ലേ, ഒരു ഇമ്പോർട്ടൻറ്റ് ഭക്തി സെയിൻ്റ് ആണ് അല്ലേ, ഒരു പ്രധാന ഭക്തി സന്യാസിയാണ് ആര്? ചൈതന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഭക്തി സെയിൻസിനകത്ത് 3 പേരുടെ പേര് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചൈതന്യ എന്ന് പറയുന്ന ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ ആൻസർ എഴുതും. നിങ്ങൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ഭക്തി സെയിൻസിൽ ഈ പേര് പഠിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെഴുതാം? ഇനി ബംഗാൾ എന്നുള്ള പേര് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എഴുതാം ചൈതന്യ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഭക്തി സെയിൻ്റ് എന്ന് കൊടുക്കാൻ മേലേ ഇല്ലേ. ഭക്തി സെയിൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി സന്യാസിമാരിൽ ഒരാളാണ് ആരാ? ചൈതന്യ എന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം ആ ഒരു ആൻസർ ഓർത്തിരിക്കുക. ഇനി 9ാമത്തെ ചോദ്യം നോക്കിക്കേ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ടേം ഖൽസ? അതായത് ഖൽസ എന്ന ടേം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പദത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഖൽസ ഈസ് എ സിഖ് ഹാവിങ് എ ഡയറക്റ്റ് ലിങ്ക് വിത്ത് ദ ഗുരു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഖൽസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ ഗുരുവായിട്ട് അല്ലേ, ഗുരുവായിട്ട് ഡയറക്റ്റ് ലിങ്കാണ് അല്ലേ, ഗുരുവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു സിഖ്, അതായത് സിഖുകാരനാണ് ആര്? ഖൽസ. ഓർത്തിരിക്കുക. ഖൽസ എന്ന ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്തിട്ടുള്ള സിഖുകാരനാണ്, അല്ലെങ്കിൽ സിഖുകാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖൽസ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ വെയർ ഖത്രീസ്? അതായത് ഖത്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓർത്തിരിക്കുക, ഖത്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഖത്രീസ് വെയർ ആൻ ഇമ്പോർട്ടൻറ്റ് മെർക്കാൻറ്റൈൽ കാസ്റ്റ് ഇൻ പഞ്ചാബ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പഞ്ചാബിലെ ഒരു പ്രധാന കച്ചവടക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖത്രീസ് എന്ന് അല്ലെങ്കിൽ ഖത്രികൾ എന്ന് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, പഞ്ചാബിലെ പ്രധാന കച്ചവടക്കാരെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഖത്രികൾ കേട്ടോ. ഇവിടെ ഇംഗ്ലീഷിലായതുകൊണ്ട് ഖത്രീസ് എന്ന് കൊടുത്തിരിക്കുന്നു, മലയാളത്തിൽ എഴുതുമ്പോൾ ഖത്രികൾ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഖത്രികൾ എന്ന പേരിലാണ് പഞ്ചാബിലെ ഈ ഒരു വ്യവസായപരമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കച്ചവടക്കാരെയൊക്കെ അറിയപ്പെടുന്നത്. കച്ചവടക്കാരാണ് ഖത്രികൾ കേട്ടോ. നോക്കിക്കേ. നെയിം എനി 2 ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് റിട്ടൺ ഇൻ സംസ്കൃത്. എന്താ പറഞ്ഞിരിക്കുന്നത്? സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും 2 പ്രധാന ഗ്രന്ഥങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗ്രന്ഥങ്ങൾ എന്നാണ്. സോ സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും 2 പ്രധാന ഗ്രന്ഥങ്ങളുടെ പേരെഴുതാനാണ് ക്വസ്റ്റ്യന്. ഏതൊക്കെയാണ് സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള 2 പ്രധാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്?
നോക്കിക്കേ, രാജതരംഗിണി ആൻഡ് പൃഥ്വിരാജ വിജയ. എന്താണ്? രാജതരംഗിണി ആൻഡ് പൃഥ്വിരാജ വിജയയാണ്. ഈ 2 ബുക്കുകളാണ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ. ഓർത്തിരി, ഇവിടെ നെയിം ഇനി 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 2 എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. സോ അതുകൊണ്ട് ഈ 2 പേര് ഓർത്തിരിക്കുക. ഓക്കെ, ഏതൊക്കെയാണ്? രാജതരംഗിണിയും പൃഥ്വിരാജ വിജയമാണ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള 2 ഗ്രന്ഥങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് എ കാവ്യ? എന്താണ് കാവ്യ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? കാവ്യ ഈസ് എ പോയിറ്റിക്കൽ നറേറ്റീവ്. എന്താണ് കാവ്യ എന്ന് പറയുന്നത്? എന്താണ്? ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു ആഖ്യാനമാണ്. നറേറ്റീവ്, പോയറ്റിക്കൽ നറേറ്റീവ് എന്ന് പറയുമ്പോഴത്തേനും കാവ്യാത്മകമായിട്ടുള്ള ഒരു ആഖ്യാനമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, വാട്ട് ഈസ് എ കാവ്യ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ കാവ്യ അടുത്ത വീട്ടിലെ ചേച്ചിയാണ് എന്നൊന്നും എഴുതി വെച്ചേക്കല്ല, അല്ലെങ്കിൽ കാവ്യമാധവനാണെന്നൊന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കല്ല കേട്ടോ. അപ്പോൾ എന്താണ് കാവ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കാവ്യ എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവ്യ ഒരു കാവ്യാത്മകമായിട്ടുള്ളൊരു ആഖ്യാനമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു വാസ് അമീർ ഖുസ്രു? ആരാണ് അമീർ ഖുസ്രു? അമീർ ഖുസ്രു വാസ് എ പേർഷ്യൻ പോയറ്റ് അല്ലേ. അദ്ദേഹം ഒരു പേർഷ്യൻ പോയറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പേർഷ്യൻ കവിയായിരുന്നു. അതോടൊപ്പം തന്നെ അമീർ ഖുസ്രു എന്ന് പറയുന്നത് നമ്മുടെ നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനുമാണ് കേട്ടോ. അപ്പോൾ അതും ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക അവിടെ കേട്ടോ. ഏത് പീരീഡിലാണ്? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ്, ഓർത്തിരുന്നോണേ. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആ ഒരു പീരീഡിൽ അമീർ ഖുസ്രു എന്ന് പറയുന്നത് പേർഷ്യൻ പോയറ്റും അതോടൊപ്പം തന്നെ നിസാമുദ്ദീൻ ഔലിയയുടെ ഒരു ശിഷ്യനുമാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 14ാമത്തെ ചോദ്യം. ഓക്കെ, നെയിം ദ 2 ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് സിയാവുദ്ദീൻ ബറാനി. അല്ലേ, സിയാവുദ്ദീൻ ബറാനിയുടെ 2 പ്രധാനപ്പെട്ട വർക്കുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 പ്രധാന കൃതികളാണ് ചോദിക്കുന്നത് കേട്ടോ. വർക്ക്സ് എന്ന് ഉദ്ദേശിക്കുന്ന കൃതികളാണ്. അപ്പം ആരുടെയാണ്? നമ്മുടെ സിയാവുദ്ദീൻ ബറാനിയുടെ 2 പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ഫത്വ ഐ ജഹന്താരി, അതുപോലെ തന്നെ താരിഖ് ഫിറോസ് ഷാഹി. ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് 2 പ്രധാന വർക്ക്സ് അല്ലെങ്കിൽ കൃതികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫത്വ ഐ ജഹന്താരി ആൻഡ് താരിഖ് ഫിറോസ് ഷാഹി കേട്ടോ. ഈ 2 പേര് ഓർത്തിരിക്കണം. അടുത്തത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം സബാക് ഐ ഹിന്ദി? എന്താ പറഞ്ഞിരിക്കുന്നത്? സബാക് ഐ ഹിന്ദി എന്ന ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന്? എന്താണ്? ഇറ്റ് വാസ് എ ന്യൂ ഫോം ഓഫ് പേർഷ്യൻ ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ പേർഷ്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ പേർഷ്യൻ സാഹിത്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന രൂപമാണ് എന്തെന്ന് പറയുന്നത്? സബാക് ഐ ഹിന്ദി എന്ന് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ പേർഷ്യൻ സാഹിത്യത്തിൻ്റെ ഒരു ന്യൂ ഫോം ആണ്, അല്ലെങ്കിൽ ഒരു പുതിയ രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബാക് ഐ ഹിന്ദി എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം എനി 4 റീജിയണൽ ലാംഗ്വേജസ് ദാറ്റ് ഡെവലപ്പ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. അതായത് ആ ഒരു മിഡീവൽ പീരീഡിൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ വികസിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു 4 റീജിയണൽ ലാംഗ്വേജസിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? മറാത്തി, ബംഗാളി, ഗുജറാത്തി ആൻഡ് ഒറിയ. ഇതൊക്കെയാണ് ഏത് മിഡീവൽ പീരീഡിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള റീജിയണൽ ലാംഗ്വേജസ് കേട്ടോ. ഓർത്തിരിക്കണേ. അടുത്ത് നോക്കിയേ. നെയിം ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ക്രിയേറ്റഡ് ബൈ അമീർ ഖുസ്രു. അതായത് അമീർ ഖുസ്രു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സിതാർ. ഓർത്തിരിക്കുക കേട്ടോ. സിതാറാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഹൂ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ധ്രുപദ് സ്റ്റൈൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ധ്രുപദ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ധ്രുപദ് ശൈലിയിലുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു വികാസത്തിൽ ഇമ്പോർട്ടൻറ്റ് റോള്, അതായത് പ്രധാനമായിട്ട് പങ്ക് വഹിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ധ്രുപദ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ധ്രുപദ് ശൈലിയിൽ ഇതിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആരാണ് ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചത്? ആരാണ്? രാജ മാൻസിംഗ് ആണ് കേട്ടോ. രാജ മാൻസിംഗ് ആണ് ഈ ഒരു ധ്രുപദ് സ്റ്റൈലിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രധാന പങ്ക് വഹിച്ച ആൾ. ഓക്കെ, രാജ മാൻസിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
വാട്ട് വെയർ ദ സ്റ്റൈലിസ്റ്റിക് ചേഞ്ചസ് ഇൻ മുഗൾ പെയിൻറ്റിംഗ് സീൻ ഡ്യൂറിങ് ദ റിഗൈൻ ഓഫ് ജഹാംഗീർ. അതായത് ജഹാംഗീറിൻ്റെ ആ ഒരു ഭരണകാലത്ത് നമ്മുടെ മുഗൾ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലുണ്ടായ ഒരു സ്റ്റൈലിസ്റ്റിക് ചേഞ്ചസ് ഒക്കെ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? ദ എമർജൻസ് ഓഫ് എ ഫോർമലിസ്റ്റിക് സ്റ്റൈൽ ആൻഡ് യൂസ് ഓഫ് നാച്ചുറലിസ്റ്റിക് റിപ്രസെൻറ്റേഷൻ കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണ് നമ്മുടെ മുഗൾ പെയിൻറ്റിങ്സിലൊക്കെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് മെൻഷൻ എ ഫ്യൂ പോപ്പുലർ തീംസ് ഇൻ മുഗൾ മിനിച്ചേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മുഗൾ മിനിയേച്ചറിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പോപ്പുലറായിട്ടുള്ള തീം ഏതൊക്കെയാണെന്നുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ സ്പെസിഫിക് ഇവൻറ്റ്സ് ഇൻ ദ കോർട്ട് ആൻഡ് പോർട്രേറ്റ് ഓഫ് ലീഡിങ് പേഴ്സണാലിറ്റീസ്. എന്തൊക്കെയാണ്? നമ്മുടെ കോർട്ടിലുള്ള പ്രത്യേക സംഭവങ്ങൾ, അതുപോലെ തന്നെ ഓരോ പ്രമുഖ വ്യക്തികളുടെ ഒക്കെ ഛായാചിത്രങ്ങൾ അല്ലെ, പോർട്രേറ്റ്, ഇതൊക്കെയാണ് ഈ ഒരു മുഗൾ മിനിച്ചേഴ്സിലൊക്കെ നമ്മൾ മുഗൾ മിനിയേച്ചറുകളിൽ നമ്മൾ സാധാരണയായിട്ട് ആ ഒരു തീമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. നെയിം 2 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ആർക്കിടെക്ചറൽ ഫോംസ് മെയ്ഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. അതായത് ആ ഒരു മിഡീവൽ പീരീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചറൽ ഫോംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഫോംസിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ദ ആർച്ച് ആൻഡ് ദ ഡോം ആണ്. ഓക്കെ, ദ ആർച്ച് ആൻഡ് ദ ഡോം എന്നുള്ളതാണ് ആർക്കിടെക്ചറൽ ഫോംസിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ്. ഏത് പീരീഡിലാണ്? മിഡീവൽ പീരീഡിൽ കേട്ടോ. ഇനി അവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് എ ട്രൂ ആർച്ച്. അതായത് ശരിക്കുമുള്ള ഒരു ആർച്ച് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. എ സ്റ്റൈൽ ഓഫ് ആർച്ച് മേക്കിംഗ് ദാറ്റ് എമർജഡ് ഇൻ ദ മിഡീവൽ പീരീഡ്. ദ സെൻറ്റർ സ്റ്റോൺ വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ്. അതായത് ഈ ഒരു മിഡീവൽ പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ എമർജ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലാണ് ആർച്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ സെൻറ്റർ സ്റ്റോൺ, അതിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് എന്താണ്? ഒരു സെൻറ്റർ സ്റ്റോണാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഒരു നടുക്കല്ലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ട്രൂ ആർച്ച് എന്ന് പറയുന്നത് മിഡീവൽ പീരീഡിൽ എമർജ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലാണ്. സോ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ദെൻ ഇതിനകത്ത് സെൻറ്റർ സ്റ്റോൺ ആണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നെയിം എ ഫ്യൂ മോണുമെൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഏർലി ഫോംസ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെയൊക്കെ ആദ്യകാല രൂപങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും കുറച്ച് മോണിമെൻറ്റ്സ്, അതായത് സ്മാരകങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹൂവത്ത് ഇൽ ഇസ്ലാം മസ്ജിദ്, അതുപോലെ തന്നെ കുത്തബ് മിനാർ, അദൈദിൻ കാ ജോൻപ്ര. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ പ്രധാനമായിട്ട് അല്ലെങ്കിൽ ആദ്യകാല രൂപങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് സ്മാരകങ്ങളുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കണം ഏതൊക്കെയാണ്? ഹൂവത്ത് ഉൽ ഇസ്ലാം മസ്ജിദ്, അതുപോലെ തന്നെ കുത്തബ് മിനാർ, അദൈദിൻ കാ ജോൻപ്ര കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റോൺ വാസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫത്തേപൂർ സിക്രി. അതായത് ഫത്തേപൂർ സിക്രിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഏത് തരത്തിലുള്ള സ്റ്റോണാണ്, ഏത് തരത്തിലുള്ള കല്ലാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? റെഡ് സാൻഡ് സ്റ്റോൺ ആണ് കേട്ടോ. റെഡ് സാൻഡ് സ്റ്റോൺ, അതായത് ചുവന്ന മണൽക്കല്ലുകളാണ് ഏത് ഈ ഫത്തേപൂർ സിക്രിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം സം ഓഫ് ദ ഡെക്കറേറ്റീവ് സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ മിഡീവൽ ആർക്കിടെക്ചർ. ഈ ഒരു മിഡീവൽ ആർക്കിടെക്ചറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ഡെക്കറേറ്റീവ് സ്റ്റൈൽസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഏതൊക്കെയാണ്? കാലിഗ്രാഫി ആൻഡ് ജിയോമെട്രിക് ഷേപ്സ്. അപ്പോൾ ജിയോമെട്രിക് ഷേപ്സിലും അതുപോലെ തന്നെ കാലിഗ്രാഫിയൊക്കെയാണ് ഈ മിഡീവൽ ആർക്കിടെക്ചറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡെക്കറേറ്റീവ് സ്റ്റൈൽസ് കേട്ടോ. ഇനി കുറച്ച് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. എസ്എ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ സൂഫി ടീച്ചിങ് ആ ഒരു മെത്തേഡ്, സൂഫി ടീച്ചിങ് എന്താണ്, അതിൻ്റെ ആ ഒരു മെത്തേഡ് എപ്രകാരമാണെന്നൊക്കെ ഉള്ളത് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ നമുക്ക് പിന്നെ പറയുന്ന ഇത് തന്നെയാണ് സിൽസില, ഇമ്പോർട്ടൻറ്റ് ടീച്ചിങ് ഓഫ് ദ സിൽസിലയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടീച്ചിങ് മെത്തേഡ് എപ്രകാരമാണെന്നുള്ളത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഭക്തി സെയിൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഭക്തി മൂവ്മെൻറ്റ് ഇൻ ബംഗാൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർ മഹാരാഷ്ട്ര, ഇത് രണ്ടും പഠിച്ചു വയ്ക്കണം കേട്ടോ. ഭക്തി മൂവ്മെൻറ്റ് ഇൻ ബംഗാൾ ആൻഡ് മഹാരാഷ്ട്ര. അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ് ഓഫ് ഗുരു നാനാക്ക്, അത് നിങ്ങളുടെ ഗൈഡിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ട്രെൻഡ്സ് ഇൻ സംസ്കൃത് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള എസ്എ ടൈപ്പ് കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ
പേർഷ്യൻ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ അമീർ ഖുസ്രു ആരാണ് എന്നുള്ളതൊക്കെ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ന്യൂ പെയിൻറ്റിങ് സ്റ്റൈൽസ്, മുഗൾ പീരീഡിലുള്ള പെയിൻറ്റിങ് സ്റ്റൈൽസും അതുപോലെ തന്നെ ആർക്കിടെക്ചറിൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതൊക്കെ നോക്കണം കേട്ടോ. അത് ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ആൻഡ് സ്റ്റൈൽ ഓഫ് ദ സുൽത്താനേറ്റ് പീരീഡ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കണം, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. മുഗൾ ആർക്കിടെക്ചർ എങ്ങനെയാണെന്നുള്ളത് പഠിക്കുക. ന്യൂ സ്റ്റൈൽസ് ആണ്, ന്യൂ സ്റ്റൈൽസ് ഇൻ മുഗൾ ആർക്കിടെക്ചർ ഡ്യൂറിങ് ദ റിഗൈൻസ് ഓഫ് അക്ബർ ആൻഡ് ജഹാംഗീർ. ഓക്കെ, ഇതൊക്കെ പുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം അതൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇവിടെ ഓക്കെ, അത്രയാണ് എസ് എ ടൈപ്പിനകത്ത് വരുന്നത്. അപ്പോൾ അത് നോക്കി വെച്ചോണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോയേക്കുന്നത്, നോക്കണം. ഇനി നമുക്ക് കുറച്ച് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യന്, സൂഫിസം ഈസ് എ ടേം യൂസ്ഡ് ടു റെഫർ ടു മൈസ്റ്റിക്കൽ റിലീജിയൻ ഐഡിയാസ് ഇൻ വിച്ച് റിലീജിയൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? സൂഫിസം എന്ന് പറയുന്നത് അല്ലേ, സൂഫിസം എന്ന് പറയുന്നത് ഏത് മതത്തിലെ നിഗൂഢമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ആശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് മതത്തെയാണ്? ഇസ്ലാം മതത്തെയാണ് കേട്ടോ. അപ്പോൾ സൂഫിസം എന്ന ടേം എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർത്തിരിക്കണം? ഇസ്ലാം എന്ന മതവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത്, ഇൻ വിച്ച് സെഞ്ച്വറി സൂഫിസം എമേർജ്ഡ്, അതായത് ഏത് നൂറ്റാണ്ടിലാണ് നമ്മുടെ സൂഫിസം എമേർജ് ചെയ്തത്? ഏതിലാണ്? 8th സെഞ്ച്വറിയിലാണ് കേട്ടോ, 8ാം നൂറ്റാണ്ടിലാണ്. ദെൻ ഹൂ വെയർ ഏർലി നോൺ സൂഫീസ്, അതായത് നമ്മുടെ ഏർലി, അതായത് നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്ന ഈ ഒരു സൂഫികൾ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആരായിരുന്നു? ഓൾ ഓഫ് ദീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ആരാന്നുള്ളത് പഠിച്ചു വെക്കുക. റബി അൽ അദവിയ, അൽ ജുനൈദ്, ബയാസിദ് ബസ്താമി, ഇതൊക്കെയാണ് ഇവരുടെ പേരുകളെല്ലാം ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് നേരത്തെ അറിയപ്പെട്ടിരുന്ന സൂഫികൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നമുക്ക് ഓൾ ഓഫ് ദീസ് തന്നിട്ടുള്ളതുകൊണ്ട് D ആയിട്ടാണ് അവിടെ ആൻസർ വരുന്നത്. സോ നിങ്ങൾ ആ ഒരു 3 പേര് പഠിച്ചു വെക്കുക, ഇവരൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെർ ഇമ്പോർട്ടൻറ്റ് സൂഫി സെൻറ്റേഴ്സ്, അതായത് തന്നിരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട സൂഫി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇറാൻ, ഖുറാസാൻ, സിറിയ, ഈ 3 ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾ ഓഫ് ദീസ് ആണ് വരുന്ന ആൻസർ ആയിട്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് സൂഫി സെൻറ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം. ഇറാൻ, ഖുറാസാൻ, സിറിയ, ഇതെല്ലാം സൂഫി സെൻറ്റേഴ്സാണ്, പ്രധാനപ്പെട്ട സൂഫി സെൻറ്റേഴ്സുകളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹു വാസ് എമംഗ് ദ മോസ്റ്റ് വെനറേറ്റഡ് ഓഫ് സൂഫീസ്. തന്നിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് ഏത് സൂഫീസ് ആണെന്നാണ് ചോദ്യം. അൽ ഗസാലിയാണ് കേട്ടോ, അൽ ഗസാലിയാണ് ആൻസർ. ഓക്കെ, അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് സെഞ്ച്വറി ദ സൂഫി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ കമൻസ്ഡ്. ഏത് നൂറ്റാണ്ടിലാണ് ഈ ഒരു സൂഫി പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ ആരംഭിച്ചത്? ഏതിലാണ്? 11ാം സെഞ്ച്വറിയിലാണ് കേട്ടോ, 11th സെഞ്ച്വറിയിലാണ് ഈ ഒരു സൂഫി പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് ദ പ്രാക്ടീസ് ഓഫ് വിസിറ്റിംഗ് ടോംസ് വാസ് നോൺ ആസ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ ഒരു മിഡീവൽ പീരീഡ് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിലൊക്കെ ഈ ശവകുടീരങ്ങളൊക്കെ സന്ദർശിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് ദ പ്രാക്ടീസ് ഓഫ് വിസിറ്റിംഗ് ടോംസ് വാസ് നോൺ ആസ്, ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഏത് പേരിലാണ്? സിയാറത്ത് കേട്ടോ, സിയാറത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടത് കേട്ടോ. മധ്യകാലഘട്ടത്തിൽ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്ന ആ ഒരു രീതി അറിയപ്പെടുന്നത് സിയാറത്ത് എന്ന പേരിലാണ്. ഓക്കെ, ഇനി അടുത്തത് ദ ചിസ്തി ഓർഡർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഈ ഒരു ചിസ്തി ഓർഡർ നമ്മുടെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ സ്ഥാപിതമായത് എപ്രകാരമാണെന്നുള്ളതാണ്. എങ്ങനെയാണ്? ആൻസർ നോക്കിയേ, മുഇനുദ്ദീൻ ചിസ്തി. ഓർത്തിരിക്കുക, മുഇനുദ്ദീൻ ചിസ്തി എന്ന ആ ഒരു ക്രമത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ചിസ്തി ഓർഡർ എസ്റ്റാബ്ലിഷ് ആയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ചിഷ്തീസ് ബിലീവ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് ഈ ചിഷ്തീസ് എന്തിനെയൊക്കെയാണ് വിശ്വസിച്ചിരുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാവരോടും ദയ കാണിക്കുന്നത് ഒരു മനോഭാവം, അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള ഒരു ഭാഷയുടെ പ്രയോഗം, ദൈവവും വ്യക്തിഗത ആത്മാവും തമ്മിലുള്ള ബന്ധമെന്ന നിലയിലുള്ള സ്നേഹം, ഈ 3 കാര്യങ്ങളും ഈ ചിഷ്തീസ് വിശ്വസിച്ചിരുന്നു കേട്ടോ. അടുത്തത്, ഹു വാസ് ദ ബെസ്റ്റ് നോൺ ചിസ്തി സെയിൻറ്റ് ഓഫ് ദ സുൽത്താനേറ്റ് പീരീഡ്. അതായത് ഈ ഒരു സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ അറിയപ്പെടുന്നുള്ള ചിസ്തി സെയിൻറ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ചിസ്തി സന്യാസിയുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ എന്താണ്? നിസാമുദ്ദീൻ ഔലിയാണ് അല്ലേ. നമ്മൾ പഠിച്ചതാണ് ഈ ഒരു കാര്യം, അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയിൽക്കാണ്. നിസാമുദ്ദീൻ ഔലിയാണ് സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന. ദ സുഹ്രവതി സിൽസില വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ്. അതായത് സുഹ്രവതി സിൽസില സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്?
ഷിഹാബുദ്ദീൻ സുഹ്രവർദിയാണ് അല്ലേ. ഷിഹാബുദ്ദീൻ സുഹ്രവർദിയാണ് ഈ ഒരു സുഹ്രവർദി സിൽസില സ്ഥാപിച്ചത്. ഓർത്തിരിക്കണേ, ഷിഹാബുദ്ദീൻ വർദിയാണ് എന്ത് സ്ഥാപിച്ചത്? ശുഗ്രവർദി സിൽസില സ്ഥാപിച്ചത്. സോ ആ പേര് തന്നെയുണ്ട് അതിൻ്റെ ആൻസറും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ദ ക്വാദ്രിയ സിൽസില വാസ് പോപ്പുലർ ഇൻ വിച്ച് പ്ലേസ്? അതായത് ഈ ഒരു ക്വാദ്രിയ സിൽസില ഏത് പ്ലേസിലാണ് കൂടുതലായിട്ടും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രചാരത്തിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? പഞ്ചാബിലാണ് കേട്ടോ. പഞ്ചാബിലാണ് ഈ ഒരു ക്വാദ്രിയ സിൽസില മോസ്റ്റ് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, പഞ്ചാബിലാണ് ക്വാദ്രിയ സിൽസില ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ ഭക്തി സെയിൻറ്റ്? അത് തന്നിരിക്കുന്നതിനകത്ത് ഭക്തി സെയിൻറ്റ് ആരാണ്? അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആരൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. കബീർ, നാനക്, ചൈതന്യ, ഇവരെല്ലാവരും എന്താണ്? ഭക്തി സെയിൻസ് ആണ് അല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ശരി ആൻസർ. കബീർ വാസ് എ ഡാഷ് ഭക്തി സെയിൻറ്റ്. കബീർ എന്ന് പറയുന്നത് ഒരു ഡാഷ് ഭക്തി സെയിൻറ്റ് ആണ്. എന്താണ്? ഒരു നിർഗുണ ഭക്തി സെയിൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ശരിയായ ആൻസർ. അടുത്തത് ദ സെക്കൻഡ് രാജതരംഗിണി വാസ് റിട്ടൺ ബൈ ആരാണ് രാജതരംഗിണി എഴുതിയത്? ജോണ രാജയാണ് നമ്മുടെ അതായത് രണ്ടാമത്തെ സെക്കൻഡ് രാജതരംഗിണി എഴുതിയത്. ഓർത്തിരിക്കണം, സെക്കൻഡ് രാജതരംഗിണി എഴുതിയത് ജോണ രാജയാണ്. പേര് ഓർത്തിരുന്നോണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അമീർ ഖുസ്രു വാസ് പാട്രണൈസ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സുൽത്താൻ? അതായത് താഴെ തന്നിരിക്കുന്ന ഏത് സുൽത്താൻ്റെ കോടതിയിൽ നിന്നാണ് അമീർ ഖുസ്രു രക്ഷപ്പെട്ടത്? ഏതൊക്കെയാണ്? ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. സോ ജലാലുദ്ദീൻ ഖൽജി, അലാവുദ്ദീൻ ഖൽജി, അതുപോലെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, ഇവരുടെയൊക്കെ കോർട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് അമീർ ഖുസ്രു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡി ആണ് ശരിയായ ഉത്തരം. ഓൾ ഓഫ് ദീസ് വരും. ഓക്കെ, 17ാമത്തെ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് കമ്പോസ്ഡ് ബൈ അമീർ ഖുസ്രു? താഴെ തന്നിരിക്കുന്നത് എന്താണ് അമീർ ഖുസ്രു രചിച്ചത്? നോക്കിക്കേ, എന്താണ്? ഐന ഐ സിക്കന്ദരിയാണ് അമീർ ഖുസ്രു രചിച്ചത്. ഓർത്തിരിക്കുക കേട്ടോ, ഐന ഐ സിക്കന്ദരിയാണ് അമീർ ഖുസ്രു രചിച്ചത്. അടുത്തത് ഹു അഡോപ്റ്റഡ് ഈ സ്റ്റൈൽ കോൾഡ് ദ ഉൽത്തബാസി? അതായത് ഉൽത്തബാസി എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈല് അഡോപ്റ്റ് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ സ്വീകരിച്ചത് ആരാണ് എന്നുള്ളതാണ്. കബീറാണ് കേട്ടോ, കബീറാണ്. ചിലപ്പോൾ മലയാളത്തിൽ വരുമ്പോഴത്തേനും ഉൽത്തബാസി എന്നൊക്കെ ഉള്ളത് വേറെ എന്തെങ്കിലും ഒരു വാക്കായി മാറും കേട്ടോ. അപ്പോൾ ഉൽത്തബാസി എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തത് കബീറാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിഗാർഡഡ് ആസ് ദ ഫസ്റ്റ് വർക്ക് ഇൻ ആസാമീസ്? അതായത് ആസാമീസിലെ ഒരു ആദ്യ കൃതിയായിട്ട് പറയുന്നത് ഏതാണെന്നാണ്? ഫസ്റ്റ് വർക്ക്, ഞാൻ പറഞ്ഞു വർക്ക് എന്ന് പറഞ്ഞാൽ കൃതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യ കൃതിയായിട്ട് താഴെ പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആൻഡ് ബി ആണ്. ഏതൊക്കെയാണ്? അതായത് ഖേമ സരസ്വതി പ്രഹ്ലാദ ചരിത, ദെൻ അതുപോലെ തന്നെ ഹരഗൗരി സംയത. ഇത് രണ്ടുമാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അതുകൊണ്ട് സി ആൻഡ് ബി നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് സി ആൻഡ് ബി അല്ല, എ ആൻഡ് ബി എന്ന ആൻസർ സി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതായിട്ട് എഴുതിയാൽ മതി. ഇത് രണ്ടും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. എ ആൻഡ് ബി എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സി ആയിട്ട് ആൻസർ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയ ദ ഇമ്പോർട്ടൻറ്റ് മോണുമെൻറ്റ്സ് ഓഫ് ദ റിഗൻ ഓഫ് ഷാജഹാൻ? ഇത് നമ്മൾ ഷാജഹാൻ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. ഷാജഹാൻ്റെ ഭരണകാലത്തെ പ്രധാന മോണുമെൻറ്റ്സ് ഏതാണ്? ഷാജഹാൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന മോണുമെൻറ്റ്സ് ഏതാണ്? ഇതെല്ലാം ഉണ്ടല്ലേ, ഓൾ ഓഫ് ദീസ് ആണ്. സോ അതിൻ്റെ ആൻസേഴ്സ് ഇതെല്ലാം ഉണ്ട്. ലാൽ ക്വില്ല, മോത്തി മസ്ജിദ്, താജ്മഹൽ, ഇതെല്ലാം എന്താണ്? ഈ ഒരു ഷാജഹാൻ്റെ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഷാജഹാൻ്റെ ഭരണകാലത്ത് പ്രധാന സ്മാരകങ്ങളായിട്ട് അറിയപ്പെടുന്നത് ഇതെല്ലാമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. 14ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു. കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോയിരിക്കുന്നത്, എങ്കിലും സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യനും ആൻസറും ആയിട്ടുള്ള രീതിയിൽ എഴുതിയെടുത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോസ് കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് എഴുതിയെടുത്ത് മലയാളത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിലൊക്കെ ഒന്ന് എഴുതി വെച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 14ാമത്തെ ചാപ്റ്റർ. നന്നായിട്ട് പഠിക്കുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നിർത്തുന്നു. പുതിയൊരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിർത്തുകയാണ്. NSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്